സംഗീത നിമിഷങ്ങളുമായി രാഗസുധ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് സംഗീത അധ്യാപികയും എറണാകുളം സ്വദേശി ഹരിശങ്കറിന്റെ പത്നിയുമായ പാർവതി ഹരിശങ്കറിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇനി സംഗീത നിമിഷങ്ങളിലേക്ക്. സംഗീത സബരിയിൽ നിറസാന്നിധ്യമായി നിരവധി അംഗീകാരങ്ങൾ നേടിയ പാർവതി ഹരിശങ്കർ ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിലെ സംഗീതാധ്യാപികയാണ്. 5 വയസ്സ് മുതൽ സംഗീതം അഭ്യസിച്ച് പല ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ നിന്നും 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായി കേരളത്തിലും പുറം സംസ്ഥാനങ്ങളിലും കച്ചേരികളും ഗാനാലാപനങ്ങളും നടത്തിയ പാർവതിക്ക് സംഗീത വിദ്വാൻ പുരസ്കാരവും കൂടെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. പാർവതി 4 വർഷം ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ സംഗീതം പഠിച്ചല്ലോ. അവിടുത്തെ ഒരു പഠന രീതിയും നമ്മുടെ നാട്ടിലത്തെ ഒരു പഠന രീതിയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ? ഞാൻ 4 വർഷം അവിടെ പഠിച്ചത് കൂടുതലും തമിഴ് കൃതികളാണ്. ഒരുപാട് തമിഴ് കൃതികൾ നമ്മളെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഠിക്കാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം. പിന്നെ ഞാൻ അവിടെ തന്നെ എൻ്റെ കോഴ്സിന് ശേഷം ഞാൻ അവിടെ തന്നെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അതും ഭയങ്കര വലിയൊരു അനുഭവമാണ്. പിന്നെ ഒത്തിരി പ്രഗത്ഭരായ ലോകത്തിലെ ഒട്ടുമിക്ക സംഗീതജ്ഞരുടെയും കച്ചേരികൾ അടുത്തിരുന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. കേരളത്തിലെ പല പ്രശസ്തരായ ഗായകരുടെയും ഗുരുവാണ് ശ്രീ ടോമി. പാർവതിയുടെയും ഗുരു തന്നെയാണ് അദ്ദേഹം. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ സംഗീത പഠനം? ഞാൻ 3 വയസ്സ് മുതൽ ടോമി സാറിൻ്റെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത്. ഇപ്പോഴും സാർ എനിക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളരെ നല്ല ശൈലിയിലാണ് സാറ് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. വളരെ ക്ഷമയോടുകൂടി പാഠങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇപ്പോൾ വളരെ സിനിമ പിന്നണിയിലുള്ള വളരെ പ്രശസ്തരായ റിമി ടോമിയെ പോലുള്ളവരെല്ലാവരെയും സാറാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. പിന്നെ ചെന്നൈയിൽ എന്നെ പഠിപ്പിച്ചിരുന്നത് നിശാന്ത് എന്ന് പറഞ്ഞൊരു സാറാണ്. സാറും വളരെ നന്നായി ക്ലാസ്സുകൾ എടുത്തു തരുമായിരുന്നു. കച്ചേരികൾ നടത്തുകയും
എറണാകുളം ഉപജില്ലയിൽ തുടർച്ചയായി 4 വർഷം കലാതിലക പട്ടവും നേടിയ പാർവതി നാദിയ എന്ന ആൽബത്തിലൂടെ പാടി അഭിനയിച്ച് പ്രശസ്തി നേടി. കേരളത്തിലെ പ്രശസ്തരായ പാട്ടുകാരോടൊപ്പം നിരവധി സ്റ്റേജിൽ ഗാനാലാപനം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പാർവതിക്ക് ബഹ്റൈൻ മണ്ണും അംഗീകാരത്തിന്റെ നാളുകളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. സംഗീത സംവിധായകന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ തീരാനഷ്ടമായ ഒരു സംഗീത സംവിധായകനാണ്, മലയാളത്തിൻ്റെ പ്രിയ സംഗീത സംവിധായകനായിരുന്നു ശ്രീ ജോൺസൺ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ? എനിക്ക് സല്ലാബ് എന്ന ചിത്രത്തിലെ പൊന്നിൽ കുളിച്ചു എന്ന ഗാനം വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്. അതൊന്ന് രണ്ടുപേരും നമുക്ക് പാടാം. ഗന്ധർവഗായകന്റെ മന്ത്രവീണ നിന്നെ കുറിച്ചു ഞാൻ പാടുന്നീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു മന്ദഹാസമായി പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം. പാർവതിയെ പോലെ ഒരു നല്ല കലാകാരി ഈ വേദിയിൽ പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സംഗീത അധ്യാപിക എന്ന നിലയിൽ ഇവിടുത്തെ കുട്ടികളോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളെല്ലാം വളരെയധികം കഴിവുള്ള കുട്ടികളാണ്. അവരോട് പ്രത്യേകിച്ച് ഒരു ഉപദേശം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. എങ്കിലും ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി സംഗീതം പഠിക്കരുതെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. സംഗീതത്തെ വളരെ സീരിയസ് ആയി കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല പാട്ട് പാടാനുള്ളൊരു കഴിവ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. എറണാകുളം സ്വദേശിയായ ഭർത്താവ് ഹരിശങ്കറിനോടൊപ്പം ബഹ്റൈനിൽ കഴിയുന്ന പാർവതിക്ക് സംഗീതത്തിന്റെ എല്ലാ യാത്രകളിലും വിഷൻ അറേബ്യ കൂട്ടിനുണ്ടാകുമെന്ന് ആശംസിക്കുന്നു.